അവരുടെ മാരോട് ദേഷ്യം പിടിക്കും. എന്റെ ഹൃദയം അങ്ങോട്ട് കുടുസാവും. എനിക്ക് പേടിയാണ്. അതുകൊണ്ട് റബ്ബി ഇശ്റഹ് ലി സദ്രി, അല്ലേ? മനസ്സിലാവണില്ലേ പറഞ്ഞത്? ആദ്യം പറഞ്ഞത് ഫറോവയുടെ അടുത്തേക്ക് ഞാൻ പോകാം, പക്ഷെ എനിക്കൊരു വിഷമമുണ്ടെങ്കിൽ അവൻ ഞാൻ പറയുമ്പോഴത്തേന് അവർ എതിര് പറയുമ്പോഴത്തേന് എന്റെ മനസ്സിങ്ങോട്ട് കുടുസാകും, എന്റെ ഹൃദയം. പിന്നെ എന്താ നടക്കാൻ എനിക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സൂറത്തു ത്വാഹ മൂസ നബിയുടെ ഈ പ്രാർത്ഥന. പഴയ കാലത്തൊക്കെ നമ്മുടെ ഉസ്താദുമാർ വഅള് തുടങ്ങുമ്പോൾ ഇത് ചൊല്ലിയിരുന്നു. ഇതിന്റെ ഉപജ്ഞാതാക്കൾ അവരല്ല. ഈ പ്രാർത്ഥന ലോകത്താദ്യമായി പറഞ്ഞത് സയ്യിദുനാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. വിശാലമായ നെഞ്ച്, അതാണ്. അതന്നെ റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ വലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ. 950 കൊല്ലമാണ് ഒരാൾ സത്യത്തിലേക്ക് തന്റെ ജനതയെ ക്ഷണിച്ചത്. എന്നിട്ടും ആ ജനതയിൽ അങ്കുലി പരിമിതമായ ആളുകളല്ലാതെ വന്നില്ല. അപ്പോഴും ആ മനുഷ്യൻ വാസിഉ സദ്റായിരുന്നു. സയ്യിദുനാ നൂഹ്. ഈ വാസിഉ സദ്ർ ആയതുകൊണ്ടാണ് സയ്യിദുനാ ഇബ്രാഹിം മകനെയും ഭാര്യയെയും കഅബാലയത്തിന് മുന്നിൽ ഉപേക്ഷിക്കാൻ കഴിഞ്ഞത്. ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة എന്ന് പറഞ്ഞു സയ്യിദുനാ ഇബ്രാഹിം. ചിന്തിക്കണം. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ഇസ്ലാമിയത്തും നിസ്കാരത്താമ്പല്ല. നിസ്കാരത്താമ്പ ഈ ചണപ്പുല്ലിന്റെ പായയിൽ 3 ദിവസം നിസ്കരിച്ചാലുണ്ടാവും. ഈ ബാംഗ്ലൂരിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഒരു സൈസ് ഉണക്കപ്പുല്ലിന്റെ പായ ഉണ്ട്. പുതുപുത്ത പായ വാളിന്റെ മൂർച്ച. ആദ്യത്തെ ദിവസം തന്നെ തോല് പോവും. നിസ്കാരത്താകുമ്പോ തന്നെ ഒരുതരം പ്രൊഫഷണലിസമാവണോ ഇന്ന് തോന്നിപ്പോവാണ്. ഇങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. എന്റെ കുട്ടിക്കാലത്തൊക്കെ വളരെ അപൂർവം ആളുകൾക്ക് നിസ്കാരത്താകുമ്പോ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നിസ്കാരത്താകുമ്പോ ഇല്ലാത്ത ആളുകളെ കാണാൻ ബുദ്ധിമുട്ടും വളരെ. എന്നാൽ ഈമാന്റെ നിലവാരോ വളരെ താഴേക്ക് പോയി. എവിടെയാണാവോ ആ പിഴവ്, അത് മനസ്സിലാവുന്നില്ല. ഹൃദയം എല്ലാവരുടേതും കൊണ്ട് ചുരുങ്ങി, പണിയൊക്കെ എല്ലാവരുടേതും കൂടി. എന്തുകൊണ്ട്? പണി തൊണ്ടക്കുഴിയിൽ നിന്ന് താഴേക്കിറങ്ങില്ല എന്ന് മുസ്തഫ നബി പറഞ്ഞു. അന്ത്യനാളിൽ കുറെ ആളുകൾ വരും. ആ ഹദീസ് എന്നെ അത്ഭുതപ്പെടുത്തിയതിന് കണക്കില്ല. അവസാന കാലഘട്ടത്തിൽ കുറെ ആള് വരും. നിങ്ങൾ പോലും നിങ്ങളെ നമസ്കാരം, അവരെ നമസ്കാരം കണ്ടാൽ ചെറുതായി തോന്നിപ്പോകും. ആരോടാ ഇത് പറയുന്നതെന്ന് അറിയോ? പുണ്യനബി. നിങ്ങളുടെ നമസ്കാരം അവരെ നമസ്കരിക്കുന്നത് കണ്ടാൽ എന്റെ നമസ്കാരം ചെറുതാണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. നബി ആരോടത് പറയുന്നത്? സ്വഹാബ് മുഹമ്മദിൻ. അഥവാ സ്വഹാബികളെ പോലും ആരാധനയിൽ ചെറുതാക്കുന്ന തരം ആരാധിക്കുന്നവർ അന്ത്യനാളിൽ വരും. പങ്കെടുക്കുമ്പോഴത്തിനും ഓടും പള്ളിയിലേക്ക്. ഒരു ചുക്കിനും അവനെ പറ്റില്ല, ഒന്നിനും പറ്റില്ല. എല്ലാ ഫിത്നയും അവന്റെ മൂത്താവുന്നായിരിക്കും. എല്ലാ ഫിത്നയും അവന്റെ മൂത്താവുന്നായിരിക്കും. 10 പൈസ കൊടുക്കില്ല. ഒരു ഉപകാരത്തിനൊരു 10 പൈസ കൊടുക്കില്ല. ഞാൻ നിങ്ങൾക്കൊരു ആയത്ത് തരാം. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരായത്ത്. നിസ്കാര ആളുകൾ നിർത്തിയോന്ന് എനിക്ക് തോന്നിയ ഒരായത്ത്. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ ഇദാ മസ്സാഹു ശർറു ജസൂഅ വഇദാ മസ്സാഹുൽ ഖൈറു മനൂഅ ഇല്ലൽ മുസല്ലീൻ. സൂറത്തുൽ മആരിജ്. വല്ലാത്ത ഒരായത്താണ്. ഇതെല്ലാവരും ഒന്ന് പഠിച്ചു നോക്കി. സൂറത്തുൽ മആരിജ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الإنسان خلق هلوعا إذا مساه الشر جزوعا وإذا مساه الخير منوعا إلا المصلين.
മഅരിജിലുണ്ടായത്. മഅരിജ് ചെറിയ സൂറത്താണ്, 29-ാമത്തെ ജുസ്. മനുഷ്യരെ ഒരു തരം വെപ്രാളിയായി പടക്കപ്പെട്ടിരിക്കുന്നു. ഒരു തരം വെപ്രാളാണ് മനുഷ്യൻ. ഇനി ആ വെപ്രാളം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ, എന്താണ് വെപ്രാളം? ഏത് ആപത്ത് വന്നാലും അവൻ അക്ഷമനാകും. ഒരാപത്തിനെ നേരിടാനുള്ള കരുത്തവന് ഇല്ല. കാരണം ഹൃദയം വളരെ ചുരുക്ക. മുഅ്മിനാരാ? وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ الَّذِينَ إِذَا أَصَابَتْهُم مُّصِيبَةٌ قَالُوا إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ رَاجِعُونَ أُولَٰئِكَ عَلَيْهِمْ صَلَوَاتٌ مِّن رَّبِّهِمْ وَرَحْمَةٌ വൗലായിക ഹുമുൽ മുഹ്തദൂൻ. ഏതാപത്ത് വന്നാലും ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ തന്നെ അല്ലാഹുവിൻ്റെതല്ലേ. നഷ്ടം പറ്റി എന്ന് പറഞ്ഞു. അയൽവാസിക്ക് ലാഭവുമായി നമുക്ക് നഷ്ടവുമായി. അവനവിടെ അസൂയ വെക്കല്ല ചെയ്യാം. ഇന്നാ ലില്ലാഹി, നഷ്ടം വരാലോ, എനിക്ക് ലാഭം തരാനും അള്ളാഹു എന്നെ തന്നെ യോഗ്യൻ, എനിക്ക് നഷ്ടം തരാനും അള്ളാഹു തന്നെ യോഗ്യൻ. ഒരു മുഅ്മിനായ മനുഷ്യൻ സമ്പൂർണനാകുമ്പോൾ അവൻ സുബഹിക്ക് ഖുനൂത്ത് ഓതും. എന്താണ് ഖുനൂത്തിൽ പറയുന്നത്? ഫഇന്നക തഖ്ലി. എന്തൊരു സുബഹിക്ക് ഖുനൂത്ത് ഓതാൻ കഴിയാതിരിക്കുക എന്നുള്ളത് ഒരു നിർഭാഗ്യമാണെന്നാണ്. അതിലൊന്നും തർക്കിക്കരുതെന്ന് എൻ്റെ പക്ഷം. അതിലൊക്കെ നമ്മളോട് അവരെ അസൂയ വെക്കട്ടെ എന്ന് ഞാൻ അതിലൊന്നും തർക്കിക്കാനില്ല. എന്തിന്? നമുക്ക് നിഅമത്ത് കൂടുതൽ കിട്ടുമ്പോൾ നിഅമത്ത് കിട്ടാത്തവരോട് എന്തിന് നമ്മൾ തർക്കിക്കുന്നു? സത്യത്തിൽ അല്ലാഹുമ്മ ഹദ്നി ഫീമൻ ഹദൈത് വല്ലാത്തൊരു ദിക്റാണത്. അത് രാവിലെ ചെല്ലാൻ കഴിയാന്ന് പറഞ്ഞാൽ എന്തൊരു ദിക്റാണത്. അല്ലാഹുമ്മ ഹദ്നി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത്. അല്ലാഹുവേ, നീ ഹിദായത്ത് നൽകിയവരോടുകൂടെ എനിക്കും ഹിദായത്ത് നൽകണമേ. എല്ലാവർക്കും നീ ആരോഗ്യവും നീ മഹത്തായ ആരോഗ്യവും നീ രോഗമില്ലാത്ത അവസ്ഥയും നൽകിയതുപോലെ എനിക്കും നൽകണമേ. വതവല്ലനി ഫീമൻ തവല്ലൈത്. എല്ലാവരെയും ഏറ്റെടുത്ത കൂട്ടത്തിൽ എന്നെയും ഏറ്റെടുക്കണമേ. ബാരിക് ലീ ഫീമാ അത്വൈത്. നീ നൽകിയതിൽ എനിക്ക് നീ ബറക്കത്ത് ചെയ്യണമേ. പിന്നെ പറയാ എന്ത്? ഫഇന്നക തഖ്ലി, നീ വിധിച്ചോ. വലാ യുഖ്ലാ അലൈക്, നിന്റെ മേൽ ആരും അങ്ങോട്ട് വിധിക്കില്ല. വഇന്നഹു ലാ യദില്ലു മൻ വാലൈത്. നീ ഒരാളെ ഏറ്റെടുത്താൽ അയാൾ നിന്ദനാവുകയില്ല. വലാ യഇസ്സു മൻ ആദൈത്. നീ ഒരാളോട് ശത്രുത വെച്ചാൽ അയാൾ യോഗ്യനാവുകയുമില്ല. പിന്നെ ഫലക്കൽ ഹംദു, എങ്ങനെയാണ്? തബാറക റബ്ബന വതആലൈത് ഫലക്കൽ ഹംദു അലാ മാ ഖലൈത്. നോക്ക് നിങ്ങൾ. തബാറക റബ്ബന വതആലൈത്. അല്ലാഹുവേ, നീയാണ് അനുഗ്രഹമുള്ളവൻ, നീയാണ് മേലെയായവൻ. ഫലക്കൽ ഹംദു അലാ മാ ഖലൈത്. നീ എന്ത് വിധിച്ചാലും സർവസ്തുതിയും നിനക്ക് തന്നെ. നീ എനിക്ക് ലാഭം വിധിച്ചാലും നീ സ്തുതിയുള്ളവനാ, നീ എനിക്ക് നഷ്ടം വിധിച്ചാലും നീ സ്തുതിയുള്ളവനാ. സത്യത്തിൽ നിനക്ക് എനിക്ക് എന്തും വിധിക്കാം, ഞാൻ തന്നെ നിന്റേതല്ലേ. ഇത് നിങ്ങളെ പാട്ടല്ല, ഞങ്ങളെ പാട്ടുണ്ടല്ല അല്ലേ, നിങ്ങളെ പാട്ടല്ല ഇത്, ഞാൻ തന്നെ നിന്റേതാ. فإنك تقلي ولا يقلى عليك وإنه لا يذل من واليت ولا يعز من عاديت تباركت ربنا وتعاليت فلك الحمد على ما قضيت. അവസാനം പറഞ്ഞു നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു, ഞാൻ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുന്നു. വല്ലാത്ത ഒരു ദിക്റാ ഇത്. പറയുന്ന ഒരു മനുഷ്യന് പിന്നെ അസൂയയുടെ ചാൻസ് ആലോചിച്ചാലില്ല. ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ. രാവിലെ എണീറ്റാൽ എന്താ ചെല്ലുക? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ മാതനാ വഇലൈഹിൻ നുശൂർ. ഇത് ചൊല്ലിയിട്ട് ഇന്ന് എണീറ്റവര് ഒന്ന് കൈ പൊക്കി അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. എന്നാലും കുറെ ആളുകൾക്ക് കൈ പൊക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും അവരെ ആദരിക്കണം, കാരണം അവര് സത്യക്കാരാണല്ലോ, കൈ പൊക്കാതിരുന്നല്ലോ. അല്ല, അതും ഒരു മാന്യത തന്നെയാണ്.
നോക്കൂ, നിങ്ങൾ ആ ദിക്ർ ചെല്ലിയ പിന്നെ